നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകാനുള്ളൊരു നീക്കം ഉണ്ടായി. ഇപ്പോൾ ആ നീക്കത്തെ തുടർന്ന് വലിയ തോതിൽ വെട്ടിലായിരിക്കുകയാണ് സർക്കാരും CPM-ഉം. എല്ലാം നിഷേധിക്കുമ്പോഴും പല വസ്തുതകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം ഈ വിഷയം വലിയ തരത്തിൽ ഉന്നയിക്കുന്നുണ്ട്. മാധ്യമവാർത്തകൾ വന്നതിനെ തുടർന്നാണ് ഈ സംഭവം പുറം ലോകം അറിഞ്ഞത്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ജയിലിൽ കഴിയുന്ന തടവുകാർക്ക് ചില ഇളവുകൾ നൽകാനുള്ള ഒരു നീക്കമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് TP ചന്ദ്രശേഖരൻ കേസിൽ പ്രതികളായ ആളുകളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ സർക്കാർ അത് നിഷേധിക്കുകയും അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ തലയിൽ ഈ പഴി ജാരി രക്ഷപ്പെടാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. അജിംസ്, ആഭ്യന്തര വകുപ്പ് അറിയാതെ, മുഖ്യമന്ത്രി അറിയാതെ TP കേസിലെ പ്രതികൾക്ക് എങ്ങനെയാണ് ഇളവ് നൽകാൻ കഴിയുക? അങ്ങനെ ഒരു നീക്കം എങ്ങനെയാണ് ഉദ്യോഗസ്ഥർക്ക് മാത്രമായി എടുക്കാൻ കഴിയുക? അല്ല, അതിൽ സർക്കാരിന്റെ വിശദീകരണം ആഭ്യന്തര വകുപ്പ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തുവന്ന വാർത്താ പ്രകാരം ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ പ്രകാരം ജയിൽ സൂപ്രണ്ട് അങ്ങനെ ഒരു ലിസ്റ്റ് മുകളിലേക്ക് അയച്ചു. ആ ലിസ്റ്റ് ചോർന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ ലിസ്റ്റ് സർക്കാരിന് മുമ്പിൽ വന്നിട്ടില്ല, സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ P. ജയരാജൻ കൂടി അംഗമായ ജയിൽ ഉപദേശക സമിതിയാണ് ഇങ്ങനെ ലിസ്റ്റ് മുകളിലേക്ക് വിട്ടത്. അപ്പോൾ ജയിൽ സൂപ്രണ്ടിന് അറിയാം, ജയിൽ സൂപ്രണ്ടിന് അറിയില്ല ഇവർക്ക് ഇരട്ട ജീവപര്യന്തം എന്നുള്ള പ്രതികളുണ്ട്, ഇതിൽ ഇവർക്ക് ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്ന ഹൈക്കോടതി വിധി ഉണ്ടെന്ന് അറിയാത്ത ഒരാളാണ് ജയിൽ സൂപ്രണ്ടെങ്കിൽ ആ ജയിൽ സൂപ്രണ്ട് ആ സ്ഥാനത്ത് അടിയന്തരമായി മാറ്റേണ്ടി വരും. കാരണം തൻ്റെ അധീനതയിലുള്ള പ്രതികൾ എത്രമാത്രം കൊടും ക്രിമിനലാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവുമില്ലാത്ത ഒരാളാണ് ജയിൽ സൂപ്രണ്ട്. അവർക്ക് ശിക്ഷാ ഇളവ് കൊടുക്കണമെന്ന ശുപാർശ ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ജയിൽ സൂപ്രണ്ട് കൊടുക്കാൻ കഴിയുക? അപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിട്ടൊന്നും ആ ജയിൽ സൂപ്രണ്ടിനെ മാറ്റാനോ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ സർക്കാർ തയ്യാറായിരുന്നില്ല. ഇന്നലെ KK രമയുടെ പ്രത്യേകത ഈ സ്പീക്കറുടെ റോൾ നിർവഹിക്കാൻ വേണ്ടി സഭ തെരഞ്ഞെടുത്തിട്ടുള്ള വനിതകളിലൊരാളാണ് KK രമ സ്വന്തം ഭർത്താവിൻ്റെ കൊലപാതക കേസിലെ പ്രതികൾക്ക് നൽകുന്ന ശിക്ഷാളവിനെക്കുറിച്ച് ഒരു ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കുമ്പോൾ സ്പീക്കർ പറയുകയാണ് ഇതിന് സർക്കാർ നടപടിയൊന്നും എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ഇത് തരാൻ പറ്റില്ല. അതായത് സ്പീക്കർ എന്ന് പറയുന്ന ഒരു സഭയിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഒരാളാണ്. സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ ആളല്ല, സഭാപതിയാണ്, സഭയിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട സഭാധ്യക്ഷനാണ്. അപ്പോൾ സർക്കാരിന് വേണ്ടി സ്പീക്കർ സംസാരിക്കുകയാണ്. സർക്കാർ എങ്ങനെയാണ് സ്പീക്കർ പറഞ്ഞതിൽ നടപടി സ്വീകരിച്ചിട്ടില്ല, സർക്കാരിന് മുമ്പിൽ ഇത് വന്നിട്ടില്ല എന്ന് സ്പീക്കർ എങ്ങനെയാണ് പറഞ്ഞത്? അപ്പോൾ മുഖ്യമന്ത്രി പറയേണ്ട മറുപടി സ്പീക്കർ പറയുകയാണ്. പിറ്റേന്ന് ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് അതേക്കുറിച്ചുള്ളൊരു ഉപക്ഷേപം VD സതീശൻ ഉന്നയിക്കുന്നു ഇതേ സംഭവത്തിൽ. അതിന് മുഖ്യമന്ത്രി ഹാജരാകുന്നില്ല, മുഖ്യമന്ത്രിക്ക് വരെ MP രാജേഷാണ് അതിന് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ സർക്കാരിന് എന്തോ ഒളിക്കാനുണ്ട്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് KK രമയോട് മറുപടി പറയാൻ സൗകര്യമില്ല. KK രമ ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ KK രമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിന് മുഖ്യമന്ത്രി മറുപടി പറയില്ല. ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഈ വിഷയം വന്നിട്ടുണ്ട്. ഇതിന് മറുപടി പറയുന്നത് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ. ആഭ്യന്തരമന്ത്രിക്ക് MP രാജേഷാണ് മറുപടി പറയുന്നത്. ഇന്നലെ സ്പീക്കറാണ് മറുപടി പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ പ്രശ്നമാണ്. ഒന്ന്, ഒരു സഭയുടെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഒന്നാണ് സ്പീക്കറുടെ നടപടി. രണ്ട്, എന്ത് ചോദ്യം ചോദിച്ചാൽ ഈ വിഷയത്തിൽ ഞാൻ മറുപടി പറയില്ല എന്നൊരു ധാർഷ്ട്യമുണ്ടല്ലോ. ആ ധാർഷ്ട്യം മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഭൂഷണമല്ല. പ്രത്യേകിച്ചും ഈ ധാർഷ്ട്യത്തെക്കുറിച്ച് പാർട്ടി അണികൾ തന്നെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പാർട്ടി തെറ്റിദ്ധരുത്തുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ട് 3 ആഴ്ചയായി. ഈ 3 ആഴ്ചയായി ഈ പാർട്ടി സെക്രട്ടറി ഞങ്ങൾ തെറ്റിദ്ധരുത്താൻ പോവുകയാണെന്ന് പറഞ്ഞാൽ തൊട്ടുടനെ ജൂൺ 3-ാം തീയതിയാണ് ഈ ലിസ്റ്റ് മുകളിലേക്ക് പോകുന്നത്. ജൂൺ 4-ാം തീയതി മറ്റാണ് ഈ ലിസ്റ്റ് പുറത്തേക്ക് വരുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കഴിയാൻ റിസൾട്ട് വരാൻ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ പാർട്ടി അങ്ങനെ തെറ്റിദ്ധരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ പാർട്ടി നമ്മൾ മുമ്പോടെ സംസാരിച്ചിട്ടുണ്ട്, അതൊരു വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു വശത്ത് ഈ പ്രതികൾക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് സർക്കാരിനും പാർട്ടിക്കും കാണിച്ചേ മതിയാവും. അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയേണ്ടത് അവരുടെ ബാധ്യതയാണ്. കാരണം അവർക്ക് വേണ്ടി ചെയ്തൊരു കുറ്റകൃത്യത്തിൻ്റെ പേരിലാണ് അവർ ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കിടന്നാൽ മതിയോ? ഈ സംഭവം അറിഞ്ഞ ആളുകളെ കൂടി കിടക്കണ്ടേ എന്ന് കാരണം ഇതിലെ ഒരു പ്രതിക്ക് തോന്നിയാൽ, ഈ പ്രതി ഉള്ള ഒരാൾ ഒരു കത്തെഴുതി കോടതിക്കോ മറ്റൊരു കത്തെഴുതി അയച്ചാൽ ആരെങ്കിലും പെട്ടുപോയാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇവർക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് കാണിക്കേണ്ടത് ഈ പാർട്ടിയുടെ ബാധ്യതയാണ്. അതിനുവേണ്ടി വരുന്ന നാണക്കേടും ജനാധിപത്യ വിരുദ്ധതയും ധാർഷ്ട്യവുമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ CPM ഇത്രയും പ്രതിരോധത്തിലായി പോയൊരു സംഭവം ഉണ്ടായിട്ടില്ല, TP ചന്ദ്രശേഖരൻ വധം. അപ്പോൾ ഇന്നും ആ ചോദ്യം ഉയർത്തുമ്പോൾ അവർക്കൊരു ഉത്തരവോ മിണ്ടാട്ടമില്ല. ഇപ്പോൾ അജിംസ് പറഞ്ഞതുപോലെ ജനങ്ങളിലേക്ക് ഞങ്ങൾ അടുക്കാൻ പോകുന്നു, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നു, തെറ്റ് തിരുത്താൻ പോകുന്നു എന്ന് പാർട്ടി സെക്രട്ടറി ഈ തോറ്റ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതികരിച്ചിട്ട് 48 മണിക്കൂറിനുള്ളിലാണ് ഇവർക്ക് ഇളവ് നൽകാനുള്ള പട്ടിക പുറത്തു വരുന്നത്.
ഇതാണോ ഇവരുടെ തെറ്റിദ്ധരുത്തൽ? എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? നമ്മളിത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രേഷ്മ. പക്ഷേ എനിക്ക് ഒരു സംശയം തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ കെ രമ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് സഭയിൽ വയ്ക്കുന്നു. അപ്പോൾ സ്പീക്കർ പറയാണ് ഇത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ്, ഇങ്ങനെ ഒരു നീക്കവും ഒരു ഇനീഷ്യേറ്റീവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല, വ്യാജ വാർത്തയാണ്, അതൊന്നും ചർച്ച ചെയ്യാനിപ്പോൾ ഈ ഫ്ലോറിൽ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ തള്ളുകയാണെന്ന് സ്പീക്കർ പറഞ്ഞു. ആ സ്പീക്കറുടെ പ്രതികരണം അസ്വാഭാവികമാണ്, വിചിത്രമാണ് എന്നത് പോയിന്റ് അവിടെ നിൽക്കേ. സർക്കാരിനെതിരെ വലിയ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി UDF ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു, പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിനിടയിൽ ഇന്നലെ രാത്രി പോലീസുകാർ, ഇതിനകത്തൊരു വ്യവസ്ഥയുണ്ട്, ശിക്ഷാ ഇളവ് നൽകുമ്പോൾ ശിക്ഷാ ഇളവ് നൽകുന്നത് ആർക്കാണോ ആ കേസിൽ ആരാണോ അഫക്റ്റഡ് പാർട്ടി അവരുടെ ബന്ധുക്കളെ കൺസൾട്ട് ചെയ്യണം, അവരുടെ മൊഴി എടുക്കണം, അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം 3 തവണ കെ രമയെ പോലീസ് ബന്ധപ്പെടുന്നുണ്ട്. ഒന്ന് പാനൂർ പോലീസ്, ഒന്ന് ചൊക്ലി പോലീസ്, ഇന്നലെ രാത്രി കൂടി പോലീസ് ഓഫീസർ ഇവരെ വിളിക്കുന്നു. അതുകൊണ്ടാണ് അന്ന് അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ച പ്രശ്നം ഇന്ന് വീണ്ടും സബ്മിഷനായി കൊണ്ടുവരാൻ UDF തീരുമാനിക്കുന്നതിൻ്റെ, പ്രതിപക്ഷം തീരുമാനിക്കുന്നതിൻ്റെ കാരണം ഇന്നലെ രാത്രി പോലീസ് വീണ്ടും ഇതിന് ശ്രമിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അതായത് സർക്കാർ എങ്ങനെയും ഇത് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിവാദം, അതായത് നിയമസഭയിൽ വന്ന് സ്പീക്കർ അവസാനിപ്പിച്ചു വിടാൻ ശ്രമിക്കുന്ന ഒരു വിവാദം അത്ര കത്തി നിൽക്കുമ്പോഴും പോലീസ് അതിൻ്റെ നടപടികളുമായിട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും? അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ പോയാൽ മാത്രം പോരാ, അത് പുറത്തു വരണം, അപ്പോഴാണ് ഇവർ അറിയുക. അല്ല, ഞാൻ പോലീസിനെ കുറ്റം പറയാൻ പോകല്ല. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് നിഷ്കളങ്കമാണ് ഇപ്പോൾ എടുത്ത നടപടി എന്ന് നമുക്ക് പൂർണ്ണമായി വിചാരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയാൻ വരുന്ന പോയിന്റ്. അതാണ് അജിംസ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ 3 പേരെ സസ്പെൻഡ് ചെയ്തു. ഉച്ചയ്ക്ക് 11 മണിക്ക് സബ്മിഷൻ വരുന്നതിന് തൊട്ട് മുമ്പാണ് CMൻ്റെ ഓഫീസിൽ നിന്ന് ഈ കുറിപ്പ് പുറത്തു വരുന്നത്. എന്തുകൊണ്ട് ആദ്യം അടിയന്തര പ്രമേയമായി വന്നപ്പോൾ ഈ 3 പേർക്കെതിരെ നടപടിയെടുത്തില്ല? ഈ വാർത്ത വന്നിട്ട് 2 ആഴ്ച പിന്നിട്ടു. എന്തുകൊണ്ട് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ഈ 3 പേർക്കെതിരെ നടപടിയെടുത്തില്ല? അപ്പോൾ ഗവൺമെൻറ്റിനകത്ത് നിഷ്കളങ്കമായി നിൽക്കുന്നു, അതൊരു പോലീസുകാരുണ്ടാക്കിയിട്ടുള്ളൊരു പണിയാണിത് എന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം വലിയ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് ഉയർന്നു വരുമ്പോഴും അപ്പുറത്ത് കൂടി ഇതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടേ പോവുകയാണ്. അതെന്തുകൊണ്ടാണ് CM ഓഫീസ് അറിയാത്തത്? ഇപ്പോൾ എന്തുകൊണ്ടാണ് ആഭ്യന്തര സെക്രട്ടറി ഇറക്കിയ ഒരു ഉത്തരവിന് മേലെ കൂടി മറ്റു ചില ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നൊക്കെ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നടന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ന്യായമായും വിചാരിക്കണം. കാരണം എന്താണ്, ഈ കേസിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്ക്. ഈ കേസിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഇപ്പം ഇന്നിപ്പോൾ പ്രതിപക്ഷമായി ചൂണ്ടിക്കാൻ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾക്ക് എത്ര വർഷമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്? അതിൻ്റെ 1/3 സമയത്തിലും താഴെ ആയിരിക്കണം അയാൾക്ക് കിട്ടിയിട്ടുള്ള ഇളവുകളുടെ ദിവസം എന്നിരിക്കെ PK കുഞ്ഞനന്ദൻ CPIഎമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ ഈ കേസിലെ പ്രതിയാണ്. അയാൾക്ക് കിട്ടിയ ഇളവിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ ഇത് മുഴുവനെ മറികടന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. 2018 ഓർഡറുണ്ട്, ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ ആളുകൾക്ക് ഇളവും കൊടുക്കാൻ പാടില്ലെന്ന്. 2022 സർക്കാർ തന്നെ ഓർഡർ ഇറക്കുമ്പോൾ ഈ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള പ്രിസൺ ആക്ടിനകത്ത് എന്താ പറയുന്നത് ചില തിരുത്തലുകൾ കൊണ്ടുവന്ന് ഇളവ് ഇവർക്കും കൊടുക്കാം എന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കുകയാണ്. അത് എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് എന്ന ചോദ്യമുണ്ട്. PK കുഞ്ഞനന്ദന് കൊടുത്തിട്ടുള്ള ഇളവ് അവിടെയുണ്ട്. ഈ പ്രതികൾ ജയിലിലായ അന്ന് മുതൽ അവർക്ക് കിട്ടുന്ന സവിശേഷമായ ആനുകൂല്യങ്ങൾ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അവർക്കവിടെ കഞ്ചാവ് വിൽക്കാൻ പറ്റുന്നുണ്ട്, അവർക്കവിടെ മൊബൈൽ ഫോണുണ്ട്, അവർക്കവിടെ TV ഉണ്ട്, അവർക്ക് അവിടെ നിന്നുകൊണ്ട് എന്ത് ഓപ്പറേഷൻ നടത്താൻ പറ്റും, ഇഷ്ടമുള്ള പുറത്തു പോകാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയാണ്. ആ നിലയ്ക്കൊണ്ടോന്ന് അറിയില്ല. പക്ഷേ നമ്മൾ കേട്ടത് മുഴുവൻ TP ചന്ദ്രശേഖരനും വധക്കേസിലെ പ്രതികൾക്ക് സവിശേഷ ആനുകൂല്യം കിട്ടിയതിനെക്കുറിച്ചാണ്. അവർ പുറത്തിറങ്ങി അടിപിടി കേസുണ്ടാക്കി അകത്താവുന്നതിനെക്കുറിച്ചാണ്. അവർ കഞ്ചാവ് വിൽപ്പന നടത്തി മൊബൈൽ ഫോൺ ഉപയോഗിച്ചും പിടിയിലാകപ്പെട്ടതിനെക്കുറിച്ചാണ്. ഈ ആനുകൂല്യങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു? അതുകൊണ്ട് ഗവൺമെൻറ്റിന് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ പിടിച്ചകത്ത് തന്നെ ഇടണം, അവർ പുറത്തു പോകാൻ പാടില്ല എന്നാണ് നയമെന്ന് MP രാജേഷ് വിശദീകരിച്ചാലോ പിണറായി വിജയൻ വിശദീകരിച്ചാലോ അത് നമുക്ക് ഡൈജസ്റ്റിംഗ് ആവുന്ന ഒരു കാര്യമല്ല. നേരത്തെ അജിംസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളോട് അവരുടെ രാഷ്ട്രീയ യജമാന്മാർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്യൂ, ഞങ്ങൾ രക്ഷിക്കും, നിങ്ങളെ ഇത്രയും കാലമൊന്നും കിടക്കേണ്ടി വരില്ല, ഞങ്ങൾ നിങ്ങളെ പുറത്തിറക്കി തരാം, അല്ലെങ്കിൽ ഞങ്ങൾ പകരം വേറെ പ്രതികളെ കൊടുക്കാം. ഈ കേസിലും വേറെ പ്രതികൾ, വേറെ പ്ലോട്ടൊക്കെ CPM ഉണ്ടാക്കിക്കൊണ്ടിട്ട് വന്നിരുന്നു. ഇത് എന്തോ ചില റിയൽ എസ്റ്റേറ്റ് മാഫിയാണെന്നൊക്കെയുള്ള പ്ലോട്ട് ഉണ്ടാക്കി, മാഷാ അല്ലാ അങ്ങനെ പല പ്ലോട്ട് ഉണ്ടാക്കി. പക്ഷേ പോലീസ് തീരുമാനിച്ചു ഇതിന് ആളുകളെ തന്നെ പിടിക്കും. ഫൈനലി കൊടി സുനിയം സംഘത്തെയും പിടിക്കുന്നു. അതോടുകൂടി പിന്നെ നേരത്തെ ഇറക്കി കൊടുക്കാമെന്ന വാഗ്ദാനമാണ്. അപ്പോഴാണ് ഹൈക്കോടതി പറയുന്നത് 20 വർഷം കഴിയാതെ ഇവന്മാരുടെ കാര്യത്തിൽ തൊടാൻ പാടില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ ഏത് പാർട്ടിക്ക് വേണ്ടി എന്ത് കൊട്ടേഷൻ പ്രവർത്തിച്ചാലും 20 വർഷം ഭാവി അല്ലെങ്കിൽ ആയുസ് കളയുക എന്നുള്ളത് ഒരു ക്രിമിനലിനും ആലോചിക്കാൻ കഴിയില്ല. ഇത്രയും വലിയൊരു റൂളിംഗ് പാർട്ടി ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട് മോചനം കിട്ടുന്നില്ല എന്നതിനെക്കുറിച്ച് അവരാലോചിക്കും. അപ്പോൾ അവരെ ഡിസ്റ്റേബ് ചെയ്യാതിരിക്കുക, അവരെ ഡിസ്റ്റേബ് ചെയ്യരുന്ന CPMന് പ്ലാൻ ഉണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഷംസീർ എന്ന് പറയുന്ന സ്പീക്കർ. ഈ ഷാഫി എന്ന് പറയുന്ന കൊലയാളി സംഘത്തിൽപ്പെട്ടയാൾ എന്ന് വെച്ചാൽ ഈ TP ചന്ദ്രശേഖരനെ മുഖത്ത് വെട്ടി വീഴ്ത്തിയ കൊലയാളി സംഘത്തിൽപ്പെട്ട ഒരാളുടെ കല്യാണത്തിലെ പ്രധാന അതിഥിയായി പങ്കെടുത്ത ആളാണ് ഇന്നിപ്പോൾ ഈ അടിയന്തര പ്രമേയം ഇവിടെ വേണ്ട എന്ന് പറയുന്ന AN ഷംസീർ എന്ന് പറയുന്ന സ്പീക്കർ. എന്തിനാണ് പങ്കെടുക്കുന്നത്? പങ്കെടുക്കാൻ ആ പാർട്ടിയും അതിലെ നേതാക്കളും നിർബന്ധിതമാണ്.
അല്ലെങ്കിൽ PK കുഞ്ഞനന്തലിൽ മാത്രം വരെ പോയി അവസാനിച്ച കേസ് ഒരുപക്ഷെ വീണ്ടും മുകളിലേക്ക് പോകുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്ന് ആ പാർട്ടി ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി പിണറായി വിജയൻ തീരുമാനിക്കുകയാണ് ഈ പ്രതികളൊന്നും നമുക്ക് സംരക്ഷിക്കേണ്ട എന്ന് വിചാരിച്ചാലും പറ്റില്ല. കാരണം അതിനപ്പുറമുള്ള പ്രശ്നങ്ങളെ ആ പാർട്ടി അതിനകത്ത് അഭിമുഖീകരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ കേസിന് മൊത്തം ഹിസ്റ്ററി എടുത്താലും CPM അതിനോട് സ്വീകരിച്ച അനുഭാവം എന്താണെന്ന് നമുക്കറിയാം. PK കുഞ്ഞനന്തൻ എന്ന് പറയുന്ന ക്രിമിനലാക്കപ്പെട്ട ആൾ, മീൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആളെ എങ്ങനെയാണ് വലിയ ചരമോപചാരം നൽകിയത്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കോടതി നടപടികളെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പാർട്ടി പറഞ്ഞ് എങ്ങനെയാണെന്ന് കാണാം. അതുകൊണ്ട് ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളോട് ഞങ്ങൾക്കൊരു അനുഭാവമില്ല, ഞങ്ങളവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് CPM പറയുന്നതിൽ ഒരു കഥയുമില്ല. കേരളത്തിലെ ആളുകൾക്കൊട്ടും ഡൈജസ്റ്റിംഗ് അല്ല. പിന്നെ പോലീസ് CPMന് താല്പര്യമില്ലാത്തൊരു കാര്യം പോലീസ് നടപ്പിലാക്കും എന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ഒരു മെസ്സേജ് കൊടുക്കുകയാണ് കൊടി സുനിക്ക്, സുനി ഞങ്ങൾ ക്ഷമിക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ VD സതീശനും മാധ്യമങ്ങളും സമ്മതിക്കാത്തതുകൊണ്ടാണ്, അതൊന്ന് അടങ്ങട്ടെ, ഞങ്ങൾ ഇനിയും ശ്രമിക്കാമെന്ന സന്ദേശം കൊടുക്കുകയാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ട ഒരു സംഗതിയാണ് ഇപ്പം നടന്നത്. യെസ്, അത് തന്നെയാണ്. ഉദ്യോഗസ്ഥരുടെ തലയിൽ പഴിചാരി ഇതിൽ നിന്ന് സർക്കാരിനും CPMനും തലയൂരാൻ കഴിയില്ല. നടക്കുന്നതൊന്നും അത്ര നിഷ്കളങ്കമായ കാര്യങ്ങളല്ല, അതിന് ഉത്തരം പറയേണ്ടി വരും.